പട്ടാപ്പകൽ നടുറോഡിൽ യുവാവിനെ തല്ലിക്കൊന്ന കേസിലെ എല്ലാ പ്രതികളും പോലീസിന്റെ പിടിയിലായി. ആറ്റിങ്ങൽ വക്കം മണനാക്ക് വീട്ടിൽ ഷബീറിനെയാണ് ദാരുണമായി കൊലപ്പെടുത്തിയത്. വക്കം സ്വദേശി വിനായക്, സതീഷ്, സന്തോഷ്, കിരൺ എന്നിവരാണ് നാടിനെ നടുക്കിയ കൊലപാതകത്തിലെ പ്രതികൾ. ഞായറാഴ്ചയായിരുന്നു നാടിന് നടുക്കിയ സംഭവം അരങ്ങേറിയത്. വക്കം മണക്കാട് വീട്ടിൽ ഷബീറാണ് നടുറോഡിൽ 4 പേരുടെ ക്രൂരമർദ്ദനത്തിന് ഇരയായത്. തിങ്കളാഴ്ച ഉച്ചയോടെ ഷബീർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരിച്ചു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വക്കം കിഴക്കേ ജമാഅത്ത് ഖബറിസ്ഥാനിൽ കബറടക്കി. സങ്കടമുണ്ട് എനിക്ക്. ഞാനും സീമയും കൂടെയാണ് ഒരുമിച്ചുള്ള കൂട്ടും കെട്ടും. മക്കളെല്ലാം പാവപ്പെട്ട കുട്ടികളാണ്. അവരെ ഇത് ചെയ്തതിന് നടപടി വേണ്ടുന്ന രീതിയിൽ ചെയ്യണം. നമുക്കത് എല്ലാവർക്കും എതിരാണ്. വെച്ചാൽ ഞങ്ങൾക്കും ആൺകുട്ടികളുണ്ട്. അക്രമ ദൃശ്യങ്ങൾ നാട്ടുകാരിലൊരാൾ മൊബൈലിൽ ചിത്രീകരിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചതോടെയാണ് സംഭവം പുറംലോകമറിഞ്ഞത്. വക്കം കടക്കാവൂർ സ്വദേശികളായ സന്തോഷ്, സതീഷ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ആക്രമണം. വക്കത്തേക്ക് ബൈക്കിൽ വരികയായിരുന്ന ഷബീറിനെയും സുഹൃത്ത് ഉണ്ണികൃഷ്ണനെയും തള്ളിവീഴ്ത്തിയ ശേഷമായിരുന്നു ആക്രമണം. തലക്കടിയേറ്റ ഷബീർ റോഡിൽ വീണു. പിന്നീട് കാലിൽ പിടിച്ചുവെച്ച് അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. മുൻ വൈരാഗ്യമാണ് ഷബീറിന്റെ കൊലപാതകത്തിലേക്ക് നയിച്ചത്. പരിക്കേറ്റ ഉണ്ണികൃഷ്ണൻ ആശുപത്രി വിട്ടു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സംസ്ഥാനത്തെ ക്രമസമാധാന നില തകർന്നെന്ന് പ്രതിപക്ഷ നേതാവ് വി.എസ്. അച്യുതാനന്ദൻ. അഴിമതി സർക്കാരിനെ താങ്ങി നിർത്തുന്നതിലും അതിനെതിരെ ഉയരുന്ന സമരങ്ങളെ അടിച്ചമർത്തുന്നതിലുമാണ് പോലീസിന് ശ്രദ്ധയെന്നും വി.എസ്. കുറ്റപ്പെടുത്തി. നാട്ടിൽ ഗുണ്ടകൾ അഴിഞ്ഞാടുമ്പോൾ DGP കുട്ടികളെപ്പോലെ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട് കളിക്കുകയാണെന്നും വി.എസിന്റെ വിമർശനം. കേരളത്തിലെ പോലീസിന് ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെയും രമേശ് ചെന്നിത്തലയുടെയും ഒക്കെ അഴിമതി കേസുകൾ ഒതുക്കി തീർക്കുന്നതിൽ മാത്രമാണ് ശ്രദ്ധ. വർഗീയ സംഘർഷം സൃഷ്ടിക്കുവാനുള്ള വടക്കേ ഇന്ത്യയിലെ RSS BJP അഴിഞ്ഞാട്ടത്തെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് ഇവിടെ ഗുണ്ടകൾ വിലസുന്നത്. ഇങ്ങനെ നാട്ടിലാകെ ഗുണ്ടകൾ അഴിഞ്ഞാട്ടം നടത്തിയിട്ടും DGP കോളേജ് കുട്ടികളെപ്പോലെ ഫേസ്ബുക്കിൽ കളിച്ചു നടക്കുകയാണ്. ഇനി ഇദ്ദേഹത്തിൻ്റെ പദവി DGP ലോ ആൻഡ് ഓർഡർ എന്നതിന് പകരം DGP ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് തിരുത്തുന്നത് നന്നായിരിക്കും. അതിലും രസം ഇതൊക്കെ കണ്ടിട്ടും ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞിരിക്കുന്ന ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ ചർമ്മകാഠിന്യമാണ് കഷ്ടം. എൻഡോസൾഫാൻ ദുരിതബാധിതയായ മെഡിക്കൽ വിദ്യാർത്ഥിനിയുടെ ഭർത്താവ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. കാസർഗോഡ് കാറുടുക്ക ശ്രുതിയുടെ ഭർത്താവ് ജഗദീഷാണ് വിഷം കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച അവശനിലയിൽ ആശുപത്രിയിലായത്. ബംഗളൂരുവിൽ BDSന് പഠിക്കുന്ന ശ്രുതിയുടെ വിദ്യാഭ്യാസ ചെലവ് വഹിക്കാമെന്ന സർക്കാർ വാഗ്ദാനം നടപ്പാകാത്ത സാഹചര്യത്തിലാണ് ശ്രുതിയുടെ ഭർത്താവ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. എൻഡോസൾഫാൻ ദുരന്തത്തിന്റെ വേദനകൾ അത്രയും ഏറ്റുവാങ്ങിയതാണ് ശ്രുതിയുടെ കുടുംബം. ക്യാൻസർ ബാധിച്ച് അമ്മ ചെറുപ്പത്തിൽ തന്നെ മരിച്ചു. പൂർണ്ണ വികലാംഗിയായാണ് ശ്രുതിയുടെ ജനനം. ദുരന്തം ഏറെ ബാധിച്ച എൻമകജെ വാണിനഗർ സ്വദേശിനിയാണ് ശ്രുതി. എൻഡോസൾഫാൻ ദുരന്തത്തിന്റെ ദൈന്യത മാധ്യമങ്ങളിൽ പ്രതിഫലിച്ച ആദ്യ ചിത്രങ്ങളിലൊന്ന് ശ്രുതിയുടേതായിരുന്നു. ശസ്ത്രക്രിയയ്ക്ക് ശേഷമാണ് ശ്രുതിക്ക് സ്കൂളിൽ ചേർന്ന് പഠിക്കാനായത്. മികച്ച മാർക്കോടെ +2 വിജയിച്ച ശ്രുതി കർണാടക സർക്കാരിന്റെ പ്രവേശന പരീക്ഷ പാസ്സായി. ഇപ്പോൾ സർക്കാർ മെഡിക്കൽ കോളേജിൽ BDS വിദ്യാർത്ഥിനിയാണ്. ബസ് ജീവനക്കാരനാണ് ഭർത്താവ് ജഗദീഷ്. ശ്രുതിയുടെ മെഡിക്കൽ പഠന ചെലവ് വഹിക്കുമെന്ന് സംസ്ഥാന സർക്കാർ നൽകിയ വാഗ്ദാനം നടപ്പായില്ലെന്ന് ജഗദീഷ് പറഞ്ഞു. കോളേജിന് ഫീസ് എടുക്കാനുണ്ട് സാർ. അതിപ്പോൾ ഗവൺമെൻറ് കൊടുക്കാറുണ്ട്. അതിപ്പോൾ കുറേ ആയി അതിൻ്റെ കുടിച്ചിട്ടാകുമ്പോൾ അവിടെ ഗവൺമെൻറ്റിന് കൊടുത്തിട്ട് അവിടെ അഡ്മിഷൻ ആയത്. ഇതുവരെയായിട്ട് എന്തോർമാരും ഇല്ല. ഇന്ന് തരാം നാളെ തരാം അതൊന്നും മാത്രം പറയുന്നല്ലാതെ വേറെ ഒന്നുമില്ല. ദരിദ്ര കുടുംബമാണ് ഇവരുടേത്. ഭാരിച്ച മെഡിക്കൽ പഠന ചെലവ് താങ്ങാൻ കഴിയാത്തതിലുള്ള പ്രയാസവും നിരാശയുമാണ് ആത്മഹത്യാശ്രമത്തിന് ജഗദീഷിനെ പ്രേരിപ്പിച്ചത്. കാസർഗോഡ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ജഗദീഷ് അപകടനില തരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ജസ്റ്റിസ് അലക്സാണ്ടർ തോമസിനെ അവഹേളിച്ചതിന്റെ പേരിൽ മന്ത്രി KC ജോസഫിനെതിരെ കേസെടുക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. ക്രിമിനൽ കോടതി അലക്ഷ്യ കേസാണ് KC ജോസഫിനെതിരെ ചുമത്തിയത്. ഈ മാസം 16-ന് KC ജോസഫിനോട് നേരിട്ട് ഹാജരാകാനും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. മന്ത്രി KC ജോസഫിന്റെ ചായത്തൊട്ടിയിൽ വീണ കുറുക്കൻ എന്ന പരാമർശമാണ് ക്രിമിനൽ കോടതി അലക്ഷ്യമെന്ന് ഡിവിഷൻ ബെഞ്ച് കണ്ടെത്തിയത്. മുൻമന്ത്രി KM മാണിക്കെതിരായ ബാർക്കോഴ കേസിന്റെ പരിഗണനാ വേളയിൽ വിജിലൻസിന് സ്വയംഭരണാവകാശം നൽകുന്ന കാര്യം പരിഗണിക്കണം എന്നും ഇതിനായി അമിക്കസ് ക്യൂറിയെ നിയമിക്കണമെന്നും ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ഉത്തരവിട്ടിരുന്നു. അഡ്വക്കേറ്റ് ജനറലിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സർക്കാർ അഭിഭാഷകരിൽ പലരും അബ്കാരികളുടെ നോമിനികളാണ് എന്നും ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് കടുത്ത ഭാഷയിൽ പരാമർശം ഉന്നയിച്ചിരുന്നു. ഈ പരാമർശങ്ങളെ തുടർന്നാണ് മന്ത്രി KC ജോസഫ് ജസ്റ്റിസിനെതിരെ ഫേസ്ബുക്കിൽ ചായത്തൊട്ടിയിൽ വീണ കുറുക്കൻ എന്ന ആക്ഷേപകരമായ പോസ്റ്റിട്ടത്.
ന്യായാധിപനെതിരെ മന്ത്രി നടത്തിയ പരാമർശം കോടതിയലക്ഷ്യമാണെന്ന് ചൂണ്ടിക്കാട്ടി ശിവൻകുട്ടി MLA ഹൈക്കോടതി രജിസ്ട്രാർക്ക് കത്ത് നൽകുകയായിരുന്നു. പിന്നീട് ഹൈക്കോടതിയിൽ അഡ്വക്കേറ്റ് CP ഉദയഭാനു മുഖേന പ്രത്യേക ഹർജിയും നൽകി. അഡ്വക്കേറ്റ് ജനറലിന്റെ മുൻകൂർ അനുമതിയില്ലെന്ന കാരണം ചൂണ്ടിക്കാട്ടി രജിസ്ട്രി തടസ്സവാദം ഉന്നയിച്ചിരുന്നുവെങ്കിലും ഹർജി തിങ്കളാഴ്ച ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കുകയായിരുന്നു. തുടർന്ന് ചൊവ്വാഴ്ച ഡിവിഷൻ ബെഞ്ച് പ്രത്യേക സിറ്റിംഗ് നടത്തിയാണ് ശിവൻകുട്ടിയുടെ ഹർജി പരിഗണിച്ചത്. കേസ് ഫയലിൽ സ്വീകരിക്കാൻ ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു. രജിസ്ട്രിയുടെ തടസ്സവാദങ്ങൾ തള്ളിയ ഡിവിഷൻ ബെഞ്ച് കോടതിയലക്ഷ്യ നടപടി സ്വീകരിക്കാൻ അഡ്വക്കേറ്റ് ജനറലിന്റെ അനുമതിക്കായി കാത്തുനിൽക്കുന്നില്ലെന്നും വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഉദ്ഘാടന മാമാങ്കം എറണാകുളം ജില്ലയിൽ പൊടിപൊടിക്കുന്നു. റീജിയണൽ സ്പോർട്സ് സെന്റർ ആസ്ഥാനത്തുള്ള സ്വിമ്മിംഗ് പൂൾ പൊളിച്ചു നിർത്തി പുതിയ സ്വിമ്മിംഗ് പൂളിനുള്ള തറക്കല്ലിടാൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എത്തുന്നത് ചട്ടങ്ങളൊന്നും പാലിക്കാതെയാണ്. കെട്ടിട നിർമ്മാണ ചട്ടങ്ങളെല്ലാം കാറ്റിൽ പറത്തിയാണ് തറക്കല്ലിടൽ നടത്താൻ ഒരുങ്ങുന്നതെന്ന് ജില്ലാ സ്പോർട്സ് കൗൺസിൽ തന്നെ ആരോപണം ഉന്നയിക്കുകയാണ്. എറണാകുളത്തെ റീജിയണൽ സ്പോർട്സ് കൗൺസിൽ ആസ്ഥാനത്ത് നിലവിലുള്ള സ്വിമ്മിംഗ് പൂൾ ഉദ്ഘാടനം ചെയ്തത് 1993 കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ്. 25 മീറ്റർ നീളവും 10 അടി വീതിയുമുള്ള നീന്തൽക്കുളം പുതുക്കി നിർമ്മിക്കണമെന്ന കാര്യത്തിൽ തർക്കമില്ല. എന്നാൽ തിരഞ്ഞെടുപ്പ് അടുക്കുന്ന വേളയിൽ ധൃതി പിടിച്ച് തറക്കല്ലിടാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത് മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന ഹൈബി ഈഡൻ MLAയുടെയും ഗവൺമെന്റിന്റെയും ഭരണനേട്ടമെന്ന നിലയ്ക്ക് ഉയർത്തിക്കാട്ടാനാണ്. എന്നാൽ അതിലും ഗൗരവപരമായ കാര്യം, നിലവിലുള്ള നീന്തൽക്കുളം പൊളിച്ചുമാറ്റാൻ അംഗീകാരം നൽകേണ്ടത് സംസ്ഥാന സ്പോർട്സ് കൗൺസിലാണ്. നാളിതുവരെ കൗൺസിൽ ഇതിനുള്ള അംഗീകാരം നൽകിയിട്ടുമില്ല. മാത്രമല്ല, രണ്ടാം നിലയിൽ ആധുനിക സ്വിമ്മിംഗ് പൂൾ നിർമ്മിക്കുമ്പോൾ അധികാരികളിൽ നിന്ന് ലഭിക്കേണ്ട ഉത്തരവുകളൊന്നും ലഭിക്കാതെയും പാലിക്കേണ്ട കെട്ടിട നിർമ്മാണ ചട്ടങ്ങളൊന്നും പാലിക്കാതെയുമാണ് സംസ്ഥാന സർക്കാർ തറക്കല്ലിടാൻ ശ്രമിക്കുന്നതെന്ന് എറണാകുളം ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് സക്കീർ ഹുസൈൻ ആരോപിക്കുന്നു. അത് പൊളിച്ചു കളയുന്നതിനുള്ള അനുമതി എവിടെ നിന്നാണ് ഇവർ വാങ്ങിയിട്ടുള്ളത് എന്നറിയില്ല. റീജിയണൽ സ്പോർട്സ് സെൻ്ററിലെ അംഗങ്ങളായിട്ടുള്ള ആളുകളും സ്പോർട്സ് സമൂഹവും അവരെ യഥാർത്ഥത്തിൽ വിശ്വാസത്തിലെടുക്കാതെയാണ് ഇപ്പോൾ ഇത് നീങ്ങിയിട്ടുള്ളത്. തീർച്ചയായും അതിൻ്റെ ഭാരവാഹികളായ ചില ആളുകളുടെ സ്ഥാപിതമായ താല്പര്യമാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. ജില്ലാ കളക്ടർ MG രാജമാണിക്യം ചെയർമാനും സിറ്റി പോലീസ് കമ്മീഷണർ MP ദിനേശ് പ്രസിഡന്റുമായ ഭരണസമിതിയാണ് റീജിയണൽ സ്പോർട്സ് കൗൺസിലിൻ്റേത്. ചട്ടം പാലിക്കണമെന്ന് നിർബന്ധിക്കേണ്ട ആളുകളാണ് ജില്ലാ കളക്ടർ. ദേശീയ ഗെയിംസ് പ്രമാണിച്ച് 4.5 കോടി മുടക്കി ശീതീകരിച്ച ഇൻഡോർ സ്റ്റേഡിയം കോംപ്ലക്സുകൾ ഇപ്പോൾ വിവാഹത്തിനും മറ്റ് ഇതര ആവശ്യങ്ങൾക്കും വൻതുകയ്ക്ക് വാടകയ്ക്ക് നൽകുകയാണ്. വലിയ കൺസ്ട്രക്ഷൻ നടത്തുന്നു, അവിടെ സ്വിമ്മിംഗ് പൂൾ വരുന്നു, പുതിയ ക്ലബ് ഹൗസ് വരുന്നു എന്നൊക്കെ പറഞ്ഞ് മെമ്പർഷിപ്പ് ഫീസ് വർദ്ധിപ്പിക്കുന്ന തരത്തിലേക്കാണ് പോകുന്നത്. തറക്കല്ലിടാൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും കായിക മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനും സ്ഥലം MLA ഹൈബി ഈഡനും MP KV തോമസും സംഘവും ഇന്നെത്തുമ്പോൾ നീന്തൽക്കുളത്തിലെ ഒരുക്കം ഈ ആർച്ച് മാത്രം. ചട്ടങ്ങളെല്ലാം ഞങ്ങൾ കാറ്റിൽ പറത്തും എന്ന് പ്രഖ്യാപിക്കുന്ന ഈ ആർച്ച് തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടല്ലാതെ മറ്റെന്താണ്? ന്യൂസ് ബ്യൂറോ, കൊച്ചി. കതിരൂർ മനോജ് വധക്കേസിൽ CBI പ്രതി ചേർത്ത CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി P ജയരാജന്റെ അപ്പീൽ ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഫയലിൽ സ്വീകരിച്ചു. കേസുമായി ബന്ധപ്പെട്ട രേഖകൾ പരിശോധിക്കാനായി ലഭ്യമാക്കണമെന്ന് ജസ്റ്റിസുമാരായ KT ശങ്കരൻ, KP ജ്യോതീന്ദ്രനാഥ് എന്നിവരടങ്ങുന്ന ബെഞ്ച് CBIക്ക് നിർദ്ദേശം നൽകി. റിപ്പോർട്ടിലേക്ക്. മുൻകൂർ ജാമ്യാപേക്ഷ തലശ്ശേരി സെഷൻസ് കോടതി നിരസിച്ചതിനെ തുടർന്നായിരുന്നു P ജയരാജൻ ഹൈക്കോടതിയെ സമീപിച്ചത്. ജയരാജന്റെ അപ്പീൽ ഹർജി ഫയലിൽ സ്വീകരിച്ച ഡിവിഷൻ ബെഞ്ച് തിങ്കളാഴ്ച മുതൽ വാദം കേട്ടു തുടങ്ങും. തന്നെ പ്രതി ചേർത്തത് രാഷ്ട്രീയ ഇടപെടൽ മൂലമാണെന്നും കേന്ദ്ര സംസ്ഥാന ഭരണകക്ഷികളുടെ സമ്മർദ്ദമാണ് ഇതിന് പിന്നിലെന്നും അപ്പീൽ ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് രാഷ്ട്രീയ എതിരാളികൾ പ്രതിപ്പട്ടികയിൽ ഉൾപ്പെടുത്തിയത് തന്റെയും തന്റെ പാർട്ടിയായ CPIMന്റെയും സൽപ്പേര് കളങ്കപ്പെടുത്താനാണെന്നും ഹർജിയിൽ വ്യക്തമാക്കുന്നു. ഒരു കൂട്ടം RSS BJP പ്രവർത്തകർ ഈ കേസിലെ ഒന്നാം പ്രതിയായ ശശിധരന്റെ നേതൃത്വത്തിൽ 1999 തന്റെ വീട്ടിൽ കടന്നുകയറി അതിക്രൂരമായി മർദ്ദിച്ചു. 50ലധികം മുറിവുകൾ ഏറ്റെങ്കിലും തക്ക സമയത്ത് ചികിത്സ ലഭിച്ചതിനാൽ ജീവൻ രക്ഷപ്പെട്ടു. വികലാംഗനായാണ് ജീവിക്കുന്നത്. 1997 മുതൽ പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഗൺമാൻ തന്റെ ഓരോ നീക്കവും സസൂക്ഷ്മം വീക്ഷിക്കുകയും മേലുദ്യോഗസ്ഥനെ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. പലതവണ ഗൺമാനെ ചോദ്യം ചെയ്തിട്ടും തനിക്കെതിരെ ഒരു തെളിവും ലഭിച്ചിട്ടില്ലെന്നും അപ്പീൽ ഹർജിയിൽ ജയരാജൻ ചൂണ്ടിക്കാട്ടി. കേസുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും ലഭ്യമാക്കണമെന്ന് ഡിവിഷൻ ബെഞ്ച് CBIക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജസ്റ്റിസുമാരായ KT ശങ്കരൻ, KP ജ്യോതീന്ദ്രനാഥ് എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് വാദം കേൾക്കുക. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ടീം സോളാറിന്റെ വളർച്ചയ്ക്കും തളർച്ചയ്ക്കും പിന്നിൽ മുഖ്യമന്ത്രിയെന്ന് സരിത സോളാർ ജുഡീഷ്യൽ കമ്മീഷനിൽ മൊഴി നൽകി. അട്ടക്കുളങ്ങര ജയിലിൽ വെച്ച് എഴുതിയ വിവാദ കത്ത് മുദ്രവെച്ച കവറിൽ നൽകാമെന്ന് സരിത സോളാർ കമ്മീഷനെ അറിയിച്ചു. ബെന്നി ബെഹനാന് 5 ലക്ഷവും PC വിഷ്ണുനാഥിന് 2 ലക്ഷം രൂപയും നൽകിയെന്നും സരിത കമ്മീഷനെ ധരിപ്പിച്ചു. 12 നവംബറിലാണ് പാർട്ടി പ്രവർത്തന ഫണ്ടിലേക്കായി ബെന്നി ബെഹനാന് 5 ലക്ഷം രൂപ നൽകിയതെന്ന് സരിത പറഞ്ഞു. മാനവിക യാത്ര നടത്തിപ്പിനായി PC വിഷ്ണുനാഥിന് 2 തവണയായി 2 ലക്ഷം രൂപയും നൽകി. ഇതിനു പുറമെ പല രാഷ്ട്രീയ നേതാക്കളും കമ്പനിയിൽ നിന്ന് സംഭാവന സ്വീകരിച്ചതിൻ്റെ തെളിവുകൾ വീണ്ടെടുക്കാൻ ശ്രമിക്കുകയാണെന്നും അത് ലഭിച്ചാൽ കമ്മീഷനിൽ ഹാജരാക്കുമെന്നും സരിത പറഞ്ഞു. ചെറിയ പദ്ധതികളിൽ കേന്ദ്രീകരിക്കാതെ വലിയ പദ്ധതികൾ തുടങ്ങാനും
അതിനുവേണ്ട സഹായങ്ങൾ നൽകാമെന്നും മുഖ്യമന്ത്രി പറഞ്ഞതായി ബിജു രാധാകൃഷ്ണൻ പറഞ്ഞത് ശരിയാണ്. ടീം സോളാറിൻ്റെ വളർച്ചയ്ക്കും തളർച്ചയ്ക്കും കാരണം മുഖ്യമന്ത്രിയാണെന്നും സരിത കമ്മീഷനിൽ മൊഴി നൽകി. ടീം സോളാറിൻ്റെ പദ്ധതികൾക്കായി പാലക്കാട് കിൻഫ്രയിലെ 110 ഏക്കർ സ്ഥലം വിട്ടുതരുന്നത് സംബന്ധിച്ച് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നുവെന്നും ഇതിനായി 1,90,00,000 രൂപ മുഖ്യമന്ത്രിക്ക് നൽകിയിട്ടുണ്ടെന്ന് നേരത്തെ താൻ മൊഴി നൽകിയിട്ടുണ്ടെന്നും സരിത പറഞ്ഞു. ഇടുക്കി കൈലാസപ്പാറയിലെ പദ്ധതിക്കും മുഖ്യമന്ത്രി സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ലൈംഗികാരോപണവുമായി ബന്ധപ്പെട്ട രഹസ്യ വിവരങ്ങൾ മുദ്രവെച്ച കവറിൽ കമ്മീഷൻ അടുത്ത സിറ്റിംഗിൽ കൈമാറുമെന്നും സരിത പറഞ്ഞു. ചില കാര്യങ്ങൾ ഞാൻ പബ്ലിക്കായിട്ട് ഒരു ഡിസ്കഷന് തയ്യാറല്ലാത്ത ചില സബ്ജക്ട്സ് ഉണ്ട്. ആ സബ്ജക്ട്സിനെ പറ്റിയിട്ട് അതിൻ്റെ നിജസ്ഥിതി, ഓരോ ആരോപണങ്ങളുണ്ട്, അതിൻ്റെ നിജസ്ഥിതി എന്താണെന്നുള്ളത് കോൺഫിഡൻഷ്യലായിട്ടുള്ള ഒരു കവറിൽ കൊടുക്കാമെന്ന് പറഞ്ഞു. പിന്നെ മറ്റൊരു എവിഡൻസ്, അത് എൻ്റെ കേസിൻ്റെ നിലനിൽക്കുന്ന എൻ്റെ കേസിനെ ബാധിക്കുന്ന ചില കാര്യങ്ങളാകാമെന്നുള്ളതുകൊണ്ട് അതും ഞാനൊരു സീൽഡ് കവറിൽ കമ്മീഷനെ ഏൽപ്പിക്കാമെന്ന് പറയുന്നുണ്ട്. സോളാർ കേസ് അന്വേഷണ സംഘത്തോട് മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൻ്റെ ഫോണിൽ മുഖ്യമന്ത്രിയോട് സംസാരിച്ചതടക്കമുള്ള കാര്യങ്ങൾ താൻ പറഞ്ഞിട്ടുണ്ടെന്നും സരിത മൊഴി നൽകി. നാളെ സരിതയ്ക്ക് കോയമ്പത്തൂർ കോടതിയിൽ ഹാജരാകേണ്ടതിനാൽ സരിതയുടെ വിസ്താരം മറ്റന്നാളത്തേക്ക് മാറ്റി. എച്ച് ഷാജഹാനോടൊപ്പം KM ഉമേഷ്, കൊച്ചി. മുഖ്യമന്ത്രിയും AGയും DGPയുമായി നെടുമ്പാശ്ശേരിയിൽ കൂടിക്കാഴ്ച നടത്തി. സോളാർ കമ്മീഷനിൽ സരിതയുടെ പുതിയ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് കൂടിക്കാഴ്ചയ്ക്ക്. ഇന്ന് രാവിലെയാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയത്. രാവിലെ 9:30 മുതൽ എറണാകുളത്ത് മറ്റു പരിപാടികൾ ഉണ്ടായിരുന്നെങ്കിലും അതെല്ലാം റദ്ദ് ചെയ്ത മുഖ്യമന്ത്രി കൂടിക്കാഴ്ചയ്ക്കായി അഡ്വക്കേറ്റ് ജനറൽ KP ദണ്ഡപാണിയെയും ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ അസഫ് അലിയെയും വിമാനത്താവളത്തിലേക്ക് വിളിപ്പിക്കുകയായിരുന്നു. രഹസ്യമായി നടത്തിയ കൂടിക്കാഴ്ച 1.5 മണിക്കൂറോളം നീണ്ടുനിന്നു. സോളാർ കമ്മീഷന് മുമ്പാകെ സരിത ഇന്നലെ CD-കൾ അടങ്ങിയ തെളിവുകൾ ഹാജരാക്കിയ പശ്ചാത്തലത്തിലാണ് കൂടിക്കാഴ്ച നടന്നത് എന്നതും പ്രസക്തമാണ്. സരിത ഹാജരാക്കിയ 4 ഓഡിയോ CD-കളിൽ ആദ്യത്തേത് മുഖ്യമന്ത്രിയുടെ ഗൺമാനായ സലീം രാജുമായും മുഖ്യമന്ത്രിയുടെ വലങ്കൈയായ തമ്പാനൂർ രവിയുമായുള്ള ടെലിഫോൺ സംഭാഷണങ്ങളും രണ്ടാമത്തേത് മുഖ്യമന്ത്രിയുടെ ഇടംകൈയായ ബെന്നി ബെഹനാൻ MLAയുമായുള്ള ടെലിഫോൺ സംഭാഷണങ്ങളുമാണ്. വ്യവസായി എബ്രഹാം കലമൺ മുഖ്യമന്ത്രിക്ക് വേണ്ടി സരിതയെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നതും തോമസ് കുരുവിള കാശ് കൈപ്പറ്റിയതിന് സ്വന്തം കൈപ്പടയിൽ എഴുതി കൊടുത്ത രേഖയുമടക്കം സരിത ഹാജരാക്കുമ്പോൾ സോളാർ കേസിൽ മുഖ്യമന്ത്രി ഇതുവരെ തുടർന്നു പോന്ന വാദങ്ങളാണ് പൊളിയുന്നത്. ഈ പറയുന്ന നിഷേധിക്കുന്ന ആൾക്കാരൊക്കെ ധൈര്യമുണ്ടെങ്കിൽ ഒരു FIR ഇട്ട് അതിനെ ചങ്കൂറ്റത്തോടെ ഒന്ന് നേരിടാൻ പറ. സ്വന്തം സ്ഥാനമൊക്കെ രാജിവെച്ച് മുഖ്യമന്ത്രിക്കും മന്ത്രി ആര്യാടൻ മുഹമ്മദിനുമെതിരെ FIR രജിസ്റ്റർ ചെയ്യണമെന്ന തൃശൂർ വിജിലൻസ് കോടതി ഉത്തരവിനെ ഹൈക്കോടതി സ്റ്റേ ചെയ്തെങ്കിലും ഇതിനെയും നിയമപരമായി എങ്ങനെ നേരിടാം എന്നതടക്കമുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി AGയും DGPയുമായി ചർച്ച നടത്തി. വരും ദിവസങ്ങളിൽ കൂടുതൽ തെളിവുകൾ സരിത സോളാർ കമ്മീഷൻ മുമ്പാകെ ഹാജരാക്കുമ്പോൾ തെളിവെവിടെ എന്ന് ചോദിക്കുന്ന മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും സോളാർ പ്രതിസന്ധിയിലാക്കുന്നു എന്ന് തന്നെയാണ് ഈ കൂടിക്കാഴ്ച കൊണ്ട് വ്യക്തമാകുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഏത് വൃത്തികേടിന്റെയും പര്യായമായ സർക്കാരാണ് ഇപ്പോൾ കേരളത്തിലെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗവും കേരള കർഷക സംഘം സംസ്ഥാന പ്രസിഡന്റുമായ EP ജയരാജൻ പറഞ്ഞു. കേരള കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ രാജ്ഭവന് മുന്നിൽ സംഘടിപ്പിച്ച ഏകദിന ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ജയരാജൻ. ഇനിയൊരു സമരക്കാഴ്ചയാണ്. കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിലയിടിവ് തടഞ്ഞ് കർഷകരെ രക്ഷിക്കുക, റബ്ബറിന് 200 രൂപ താങ്ങുവില ലഭ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു കേരള കർഷക സംഘം പ്രവർത്തകർ രാജ്ഭവന് മുന്നിൽ ഏകദിന ഉപവാസ സമരം സംഘടിപ്പിച്ചത്. കൃഷിക്കാരെ പറ്റിക്കുന്ന, വഞ്ചന മാത്രം പ്രയോഗിക്കുന്ന സർക്കാരാണ് സംസ്ഥാനത്ത് ഭരിക്കുന്നതെന്ന് സമരം ഉദ്ഘാടനം ചെയ്ത കേരള കർഷക സംഘം സംസ്ഥാന പ്രസിഡന്റ് EP ജയരാജൻ പറഞ്ഞു. വഞ്ചന മാത്രം തൊഴിലാക്കി പ്രവർത്തിക്കുന്ന ഒരു മന്ത്രിസഭ, നെറികേടുകളും തെറ്റുകളും മാത്രം പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മന്ത്രിസഭ, ഏത് വൃത്തികളുടെയും പര്യായമാണ് കേരള ഗവൺമെന്റ്. ഇവിടെ സിംഹാസനത്തിൽ ഇരിക്കുന്നു കുറെ നാറികൾ, പരനാറികൾ. ഇവിടെ ഒരു ഭരണം, ഉടുപ്പില്ലാത്തൊരു ഗവൺമെന്റ്. ജനകീയ പ്രശ്നം കേൾക്കാനും മനസ്സിലാക്കാനും കഴിയണമെങ്കിൽ കുറെ ജനാധിപത്യ ബോധവും സാമാന്യ മര്യാദയും സാംസ്കാരിക ബോധവും രാഷ്ട്രീയ ബോധവും ഒക്കെ ഉണ്ടാകണം. റബ്ബർ കർഷകരുടെ കണ്ണിൽ പൊടിയിടാൻ ജോസ് കെ മാണി നടത്തിയ സമരത്തെക്കുറിച്ചും ജയരാജൻ പ്രതികരിച്ചു. ജോസ് കെ മാണി പോയിട്ട് നിരാഹാരം കിടന്നു. എന്തിനാ കിടന്നത്? ഇവിടെ കൃത്രിമ റബ്ബർ ഉൽപ്പാദിപ്പിച്ച് വിപണനം നടത്തുന്ന സ്ഥാപനത്തിന്റെ ഉടമയാ ഈ ജോസ് കെ മാണി. എന്തിനാ എഴുന്നേറ്റ് പോയേ? എന്നുറപ്പ് കിട്ടിയിട്ടാ എഴുന്നേറ്റ് പോയത്? ഇതെല്ലാം കൃഷിക്കാരെ പറ്റിക്കുന്ന സംഘമല്ലേ? കോൺഗ്രസും കേരള കോൺഗ്രസും എല്ലാം ജനങ്ങളെ പറ്റിക്കുകയാണ്. റബ്ബർ ഇറക്കുമതി നയത്തിൽ BJP സർക്കാരും കർഷകരെ വഞ്ചിക്കുകയാണ്. കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന മുഴുവൻ റബ്ബറും സംഭരിക്കാൻ സർക്കാർ തയ്യാറാകണം. ടയർ കമ്പനികളെ കൊണ്ട് കേരളത്തിലെ റബ്ബർ വാങ്ങിപ്പിക്കാനുള്ള ആർജവം ഭരണകൂടം കാണിക്കണമെന്നും EP ജയരാജൻ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.
അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഹെലികോപ്റ്റർ അഴിമതിയിൽ സോണിയാഗാന്ധിക്കുള്ള പങ്ക് അറിയിച്ചാൽ കടൽക്കൊലക്കേസിലെ നാവികരെ വിട്ടയക്കാമെന്ന് മോദി ഉറപ്പു നൽകിയതായി വെളിപ്പെടുത്തൽ. ഇറ്റാലിയൻ പ്രധാനമന്ത്രിയുമായി ന്യൂയോർക്കിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് മോദി ഇക്കാര്യം പറഞ്ഞത്. കടൽക്കൊലക്കേസിൽ നാവികരെ വിട്ടയച്ച് ഇന്ത്യയും ഇറ്റലിയും ധാരണയിലെത്താൻ ശ്രമിക്കുന്നതിന്റെ പിന്നാമ്പുറ രഹസ്യമാണ് വെളിച്ചത്ത് വന്നിരിക്കുന്നത്. ഇന്ത്യയിൽ വിചാരണ നേരിടുന്ന 2 നാവികരെയും വിട്ടയക്കും. പക്ഷേ പ്രത്യുപകാരമായി UPA സർക്കാരിന്റെ കാലത്ത് നടന്ന അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഹെലികോപ്റ്റർ പ്രതിരോധ ഇടപാടിൽ സോണിയാഗാന്ധിയുടെയും കുടുംബത്തിന്റെയും പങ്ക് വ്യക്തമാക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ കൈമാറണം. അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് കമ്പനി ഉടമകളുമായി സോണിയ കുടുംബത്തിലെ നേതാക്കൾക്കുള്ള ബന്ധം തെളിയിക്കുന്ന രേഖകളാണ് വേണ്ടതെന്നും മോദി ആവശ്യപ്പെട്ടു. ഇക്കഴിഞ്ഞ സെപ്റ്റംബറിൽ ന്യൂയോർക്കിൽ നടന്ന ഐക്യരാഷ്ട്രസഭയുടെ പൊതുസമ്മേളനത്തിൽ മോദിയും ഇറ്റാലിയൻ പ്രധാനമന്ത്രി മാറ്റോ റെൻസിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ കൂടിക്കാഴ്ചയിൽ മോദി പുതിയ നിലപാട് ഇറ്റാലിയൻ പ്രധാനമന്ത്രിയെ അറിയിച്ചു. ഇക്കാര്യം കടൽക്കൊലക്കേസ് പരിഗണിക്കുന്ന ഹാംബർഗിലെ അന്താരാഷ്ട്ര ട്രിബ്യൂണലിന് മുന്നിൽ ബ്രിട്ടീഷ് ആയുധ വ്യാപാരിയായ ക്രിസ്റ്റ്യൻ മിഷേലാണ് വെളിപ്പെടുത്തിയത്. ഇക്കഴിഞ്ഞ ഡിസംബർ 23-ന് ഇദ്ദേഹം ട്രിബ്യൂണലിന് അയച്ച കത്തിലും നീക്കത്തെക്കുറിച്ച് അറിയിച്ചിരുന്നു. ഹെലികോപ്റ്റർ ഇടപാടിൽ ഇന്ത്യ അന്വേഷിക്കുന്ന ആയുധ വ്യാപാരിയാണ് ക്രിസ്റ്റ്യൻ മിഷേൽ. ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു. ന്യൂസ് ബ്യൂറോ, ദില്ലി. സ്റ്റൈൽ മന്നൻ രജനീകാന്തിനെ ചെന്നൈ വിമാനത്താവളത്തിൽ തടഞ്ഞുവെച്ചെന്ന് റിപ്പോർട്ട്. പാസ്പോർട്ട് എടുക്കാൻ മറന്നതാണ് രജനിക്ക് വിനയായത്. സ്റ്റൈൽ മന്നൻ രജനീകാന്തിനെ ചെന്നൈ വിമാനത്താവളത്തിൽ തടഞ്ഞുവെച്ചെന്നാണ് വാർത്ത. മലേഷ്യയിലെ കബലി സിനിമയുടെ ഷൂട്ടിങ്ങിന് പോകാനെത്തിയ രജനിയെയാണ് വിമാനത്താവളത്തിൽ തടഞ്ഞുവെച്ചത്. ബോളിവുഡ് ലൈഫ് എന്ന സിനിമാ പ്രസിദ്ധീകരണമാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പാസ്പോർട്ട് എടുക്കാൻ മറന്നതാണ് വിമാനയാത്ര പോലും മുടക്കുന്ന തരത്തിൽ രജനിയെ തടഞ്ഞുവെക്കുന്നതിലേക്ക് നയിച്ചതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഒപ്പമുണ്ടായിരുന്ന സഹായി അതിവേഗം വീട്ടിൽ പോയി പാസ്പോർട്ട് എടുത്തുകൊണ്ട് വരികയായിരുന്നു. PA രഞ്ജിത്ത് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് കബലി. രാധിക ആപ്തെ, കിഷോർ, കലയരശൻ, ധൻസിക, ദിനേശ് രവി തുടങ്ങിയ പ്രമുഖരും ചിത്രത്തിൽ വേഷമിടുന്നുണ്ട്. സുരക്ഷാ കാരണങ്ങളുടെ പേരിൽ സ്റ്റൈൽ മന്നന് ചെന്നൈ വിമാനത്താവളത്തിലുണ്ടായ കാലതാമസം മനഃപൂർവ്വമല്ലെന്നാണ് അധികൃതരുടെ പക്ഷം. ന്യൂസ് ഡെസ്ക്. സുനന്ദ പുഷ്കർ കൊലപാതക കേസിൽ ശശി തരൂരിനെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കും. സഹായികളെ ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ലഭിച്ച വിവരങ്ങളെ തുടർന്നാണ് തരൂരിനെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. സുനന്ദയ്ക്ക് ലൂപ്പസ് രോഗമുണ്ടെന്ന് വരുത്തി തീർക്കാൻ തരൂർ ശ്രമിച്ചത് ഗൂഢാലോചനയെ തുടർന്നാണെന്ന് അന്വേഷണ സംഘത്തിന് സംശയമുണ്ട്. അൽപ്രാക്സ് ഗുളികകൾ അമിത അളവിൽ ശരീരത്തിൽ ചെന്നാണ് സുനന്ദ കൊല്ലപ്പെട്ടതെന്ന് വിദേശ ലബോറട്ടറി പരിശോധനയിലും സ്ഥിരീകരിച്ചിരുന്നു. പക്ഷേ ഗുളിക കഴിക്കാനുള്ള രോഗം സുനന്ദയ്ക്കില്ലെന്ന് മരിക്കുന്നതിനു മുമ്പ് കേരളത്തിൽ നടന്ന പരിശോധനാ റിപ്പോർട്ടിൽ കണ്ടെത്തിയതാണ്. എന്നാൽ അക്കാര്യങ്ങൾ മറച്ചുവെച്ച് സുനന്ദയ്ക്ക് ലൂപ്പസ് രോഗമുണ്ടെന്നും അതിനായി അൽപ്രാക്സ് കഴിച്ചിരുന്നുവെന്നും തരൂർ തെറ്റായി അറിയിച്ചത് എന്തിനെന്ന സംശയം അന്വേഷണ സംഘത്തെ കുഴയ്ക്കുന്നു. കഴിഞ്ഞ ദിവസം തരൂരിന്റെ ഔദ്യോഗിക വസതി സ്ഥിതി ചെയ്യുന്ന ദില്ലി ലോധി കോളനിക്ക് സമീപത്തെ മെഡിക്കൽ സ്റ്റോറുകളിൽ അന്വേഷണ സംഘം പരിശോധന നടത്തി. ഏതൊക്കെ മരുന്നുകളാണ് സുനന്ദ വാങ്ങിയിരുന്നതെന്ന് ചോദിച്ചറിഞ്ഞു. കൂടാതെ സുനന്ദയ്ക്കായി മരുന്നുകൾ വാങ്ങി നൽകാറുള്ള ശശി തരൂരിന്റെ സ്വകാര്യ സഹായി നരേൻ സിംഗ്, ഡ്രൈവർ ബജ്രംഗി എന്നിവരെയും ചോദ്യം ചെയ്തു. ഇതിൽ നിന്നും തരൂർ ചില കാര്യങ്ങൾ മറച്ചുവെക്കുന്നതായി ദില്ലി പോലീസ് വിലയിരുത്തുന്നു. കൊലപാതകത്തെ തുടർന്നുള്ള ഗൂഢാലോചനയുടെ അടിസ്ഥാനത്തിലായിരിക്കാം തരൂർ കാര്യങ്ങൾ മറച്ചുവെക്കുന്നതെന്നും അന്വേഷണ സംഘം സംശയിക്കുന്നുണ്ട്. ഇത് പുറത്തു കൊണ്ടുവരാനാണ് തരൂരിനെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കുക. അന്വേഷണ സംഘം ഇതിനായി കോടതിയെ സമീപിക്കും. കോടതി അനുമതിയോടെ മാത്രമേ നുണപരിശോധനയ്ക്ക് വിധേയമാക്കാൻ കഴിയൂ. ശശി തരൂർ ദില്ലി പോലീസിന്റെ പുതിയ നീക്കത്തെ കോടതിയിൽ എതിർത്തേക്കാം. ന്യൂസ് ബ്യൂറോ, ദില്ലി. സ്വവർഗരതി കുറ്റകരമാക്കുന്ന വിധിന്യായം സുപ്രീം കോടതി പുനഃപരിശോധിക്കാൻ തീരുമാനിച്ചു. 2013 കൊടുത്ത ഹർജിയാണ് ഇപ്പോൾ ഭരണഘടനാ ബെഞ്ചിൽ വന്നിരിക്കുന്നത്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 377 വകുപ്പ് അനുസരിച്ച് സ്വവർഗരതി കുറ്റകരമാണെന്ന് 2013 ഡിസംബർ 11 സുപ്രീം കോടതി വിധിച്ചിരുന്നു. പ്രായപൂർത്തിയായവർ പരസ്പര സമ്മതത്തോടെ നടത്തുന്ന പ്രകൃതി വിരുദ്ധ ലൈംഗിക ബന്ധത്തെ കുറ്റകരമാക്കുന്നതാണ് 377 വകുപ്പ്. ഈ വകുപ്പ് ഭരണഘടനയിൽ നിന്നും നീക്കം ചെയ്യണമെന്നും സ്വവർഗരതി നിയമവിധേയമാക്കണമെന്നും ആവശ്യപ്പെട്ട് സുപ്രീം കോടതി വിധിക്കെതിരെ 8ഓളം പുനഃപരിശോധനാ ഹർജികൾ സമർപ്പിക്കപ്പെട്ടു. ചീഫ് ജസ്റ്റിസ് TS താക്കൂർ അധ്യക്ഷനായ 3-അംഗ ബെഞ്ച് പുനഃപരിശോധനാ ഹർജികൾ പരിശോധിച്ചു. നിയമപരമായ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത് ചൂണ്ടിക്കാട്ടി. തുടർന്ന് 5-അംഗ ഭരണഘടനാ ബെഞ്ചിന് വിഷയം വിടാൻ തീരുമാനിച്ചു. 2009 സ്വവർഗരതി കുറ്റകരമല്ലെന്ന് ദില്ലി ഹൈക്കോടതി വിധിച്ചിരുന്നു. ജീവിക്കാനും സ്വകാര്യത സൂക്ഷിക്കാനും ഭരണഘടന നൽകുന്ന ഉറപ്പിന്റെ ലംഘനമാണ് 377 വകുപ്പെന്ന് ദില്ലി ഹൈക്കോടതി വിധിന്യായത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇത് തള്ളിക്കൊണ്ടാണ് സുപ്രീം കോടതി സ്വവർഗരതിയെ കുറ്റകരമായി വിധി പുറപ്പെടുവിച്ചത്. ന്യൂസ് ബ്യൂറോ, ദില്ലി.
മാനദണ്ഡങ്ങൾ ലംഘിച്ച് PSC ഫിസിക്സ് അധ്യാപന നിയമനത്തിന് നീക്കം നടത്തുന്നു. ഇതിനായി നടത്തിയ പരീക്ഷയുടെ 19 ചോദ്യങ്ങൾ റദ്ദാക്കിയ നടപടി നേരത്തെ വിവാദമായിരുന്നു. ഈ പരീക്ഷ പുനഃപരിശോധിക്കാതെയാണ് UGC മാനദണ്ഡങ്ങൾ പോലും ലംഘിച്ച് അതിൽ നിന്നുള്ളവർക്ക് നിയമനം നൽകാനൊരുങ്ങുന്നത്. UGCയുടെ മാനദണ്ഡങ്ങൾ ലംഘിച്ചാണ് PSC ഫിസിക്സ് അധ്യാപക നിയമനത്തിന് നിലവിൽ നീക്കം നടത്തുന്നത്. അധ്യാപക നിയമനത്തിന് നെറ്റ് യോഗ്യതയും അതല്ലെങ്കിൽ UGCയുടെ 11 മാനദണ്ഡങ്ങൾ അനുസരിച്ചുള്ള PhD നേടിയിട്ടുള്ളവരെയുമാണ് പരിഗണിക്കേണ്ടത്. എന്നാൽ ഇതൊന്നും പരിശോധിക്കാതെയാണ് PSCയുടെ ദ്രുതഗതിയിലെ നിയമന നീക്കം. 2014 ഓഗസ്റ്റ് 8-നായിരുന്നു ഫിസിക്സ് അധ്യാപക നിയമനത്തിനായി സംസ്ഥാനത്ത് പരീക്ഷ നടത്തിയത്. ഒരു വർഷത്തിനു ശേഷം ഇറങ്ങിയ ഉത്തരസൂചികയിൽ അപാകതകളുടെ പേരിൽ 19 ചോദ്യങ്ങൾ റദ്ദാക്കിയിരുന്നു. 100 ചോദ്യങ്ങളിൽ 70 ഫിസിക്സിൽ നിന്നും 30 ചോദ്യങ്ങൾ പൊതുവിജ്ഞാനത്തിൽ നിന്നുമായിരുന്നു. അതേസമയം റദ്ദാക്കിയതിൽ 18 ചോദ്യങ്ങളും ഫിസിക്സിൽ നിന്നുള്ളതായിരുന്നു. മതിയായ കാരണങ്ങളില്ലാതെയാണ് ചോദ്യങ്ങൾ റദ്ദാക്കിയതെന്ന പരാതിയും അന്നേ ഉയർന്നിരുന്നു. ഈ പരീക്ഷ റദ്ദാക്കുന്നതിന് പകരം ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കി തുടർ നടപടികളുമായി മുന്നോട്ടു പോകുകയാണ് PSC ചെയ്തത്. ഇഷ്ടക്കാരിൽ ചിലരെ തിരികെ കയറ്റാനാണ് PSCയുടെ നീക്കമെന്ന ആക്ഷേപവും ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞു. PSC ചെയർമാൻ MP, MLA എന്നിവർക്ക് പരാതി നൽകി കാത്തിരിക്കുകയാണ് UGCയുടെ ഉദ്യോഗാർത്ഥി കൂട്ടായ്മ. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സിക വൈറസ് ആഗോള പ്രതിസന്ധി എന്ന് ലോകാരോഗ്യ സംഘടന. UN ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. പ്രതിസന്ധി നേരിടാൻ അന്താരാഷ്ട്ര തലത്തിൽ ഏകോപനത്തോടെയുള്ള നടപടികൾക്കും ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ജനീവയിൽ ചേർന്ന ലോകാരോഗ്യ സംഘടനയുടെ വിദഗ്ധ സമിതിയുടെ തീരുമാനമനുസരിച്ചാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. റിപ്പോർട്ടോടെ ഇന്ന് വിടവാങ്ങുന്നു. നമസ്കാരം. ഡെങ്കിപ്പനിയും മഞ്ഞപ്പനിയും പടർത്തുന്ന അതേ കൊതുകുകൾ തന്നെയാണ് സിക്ക വൈറസും പരത്തുന്നത്. ഇതാണ് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളെ ആശങ്കയിലാക്കുന്നതും. 50 വർഷങ്ങൾ മുൻപാണ് സിക്ക വൈറസിന്റെ സാന്നിധ്യം ശ്രദ്ധിക്കപ്പെട്ടത്. നവജാത ശിശുക്കളിൽ മസ്തിഷ്ക വൈകല്യമുണ്ടാക്കുന്ന വൈറസായതിനാൽ 2018 വരെ ഗർഭിണികളാകാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ബ്രസീലിൽ മാത്രം 4000-ലധികം കേസുകൾ ഇതിനകം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ലോകത്താകെ 40 ലക്ഷത്തോളം പേർക്ക് ഇതുവരെ വൈറസ് ബാധിച്ചതായി സ്ഥിരീകരിച്ചു കഴിഞ്ഞു. നവജാത ശിശുക്കളിൽ മൈക്രോസെഫാലി എന്ന അവസ്ഥയുണ്ടാക്കുന്നുവെന്നതാണ് സിക്ക വൈറസിനെ ഏറ്റവും അപകടകാരിയാക്കുന്നത്. ചെറിയ തലയോട്ടിയും മസ്തിഷ്കവുമായി കുഞ്ഞുങ്ങൾ ജനിക്കുന്ന അവസ്ഥയാണിത്. ബ്രസീലിൽ മാത്രം 2000-ഓളം കുഞ്ഞുങ്ങൾ ഇങ്ങനെ ജനിച്ചിട്ടുണ്ട്. സാംക്രമിക രോഗ വിദഗ്ധർ നേരത്തെ തന്നെ ലോകാരോഗ്യ സംഘടനയ്ക്ക് സിക്ക വൈറസുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പ് നൽകിയിരുന്നു. വൈറസ് പടരുന്ന സാഹചര്യത്തിൽ അതിനെ ചെറുക്കാനുള്ള കൂട്ടായ പരിശ്രമമാണ് ആവശ്യമെന്നും എന്നാൽ യാത്ര ചെയ്യുന്നതിനും കച്ചവടം നടത്തുന്നതിനും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടില്ലെന്നും ലോകാരോഗ്യ സംഘടനയുടെ ഡയറക്ടർ ജനറൽ മാർഗരറ്റ് ചാൻ പറഞ്ഞു. 2009 H1N1 ബാധയെ തുടർന്നാണ് ലോകാരോഗ്യ സംഘടന ആദ്യമായി ആഗോള അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. പിന്നീട് 2014 മേയിൽ പാകിസ്ഥാനിലും സിറിയയിലും പടർന്നു പിടിച്ച പോളിയോയ്ക്ക് സമാനമായ രോഗത്തെ തുടർന്നും എബോളയെ തുടർന്നും ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്.